أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيدنا محمد المصطفى صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد ലാഹിറും ബാത്തിനും അല്ലെങ്കിൽ ബോഡിയും റൂഹും. യഥാർത്ഥ മനുഷ്യൻ റൂഹ, ഖൽബ്, റൂഹ് എന്നൊക്കെ പറയപ്പെടുന്ന അതാ. യഥാർത്ഥത്തിൽ ക്ലീനാക്കേണ്ടതും ബാത്തിൻ എന്ന് പറയപ്പെടുന്ന ഖൽബിനെയാണ്. കാരണം ഈ കാണുന്ന ജഡം, ഈ കാണുന്ന ബോഡി ആലമുൽ മുൽക്കിൻ്റെ, ആലമു ഷഹാദയുടെ ജുസ്ഇൽപ്പെട്ടതാ, ഭാഗത്തിൽപ്പെട്ടതാ. അത് ഖബറിൽ കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ മണ്ണിൽ കൊണ്ടിട്ടാൽ അത് മണ്ണടഞ്ഞു പോയി, മണ്ണായി തീർന്നു. മേപ്പാടിയിൽ എത്ര തിരിച്ചറിയാത്ത മയ്യിത്തുകൾ, തിരിച്ചറിഞ്ഞത് എല്ലാം മണ്ണിക്ക് പോയില്ലേ. നമ്മളൊക്കെ മണ്ണിലേക്ക് പോവേണ്ടവരല്ലേ, മണ്ണാവേണ്ടവരല്ലേ. വാൽക്കുറ്റി മാത്രം, അജബ് ദനബ്, അതുമാത്രം ബാക്കിയാവും. ചെറിയ ആ വാൽക്കുറ്റി എക്സറത്താലും കാണും, ചെറിയൊരു കുറ്റി ആ അടിയിൽ, അതേ ബാക്കിയാവും. ബാക്കിയൊക്കെ പോവില്ലേ. നമ്മൾ കാര്യമായിട്ട് നിയന്ത്രിച്ച് ചുറുക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം ഏതാ? നമ്മളെ മുഖം, ശരീരഭാഗങ്ങൾ. എന്നാൽ നശിക്കാത്ത ഒരു ജുസ്, ഒരു ഭാഗം, ആലമുൽ മലക്കൂത്തിൻ്റെ ഭാഗമായ ഖൽബ്, റൂഹ്, ബാത്തിനൊക്കെ പറയപ്പെടുന്നു. ഇതാണ് വൃത്തിയാക്കേണ്ടത്. ഇത് ഫർള് ഐനാണ്. ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഖൽബിൻ്റെ അകത്തുള്ള ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന, മലീമസമായി കിടക്കുന്ന ഈ അവസ്ഥ, ഖിബ്ർ, റിയാ, ഉജ്ബ്, ETC, ഇതുപോലത്തെ സംഗതികളൊക്കെ വലിച്ചെറിയണം. നല്ല ഉടുപടകളിട്ട്, നല്ല കമീസും നല്ല താടിയും തൊപ്പിയും കെട്ടും കെട്ടി ഒക്കെ നല്ല തന്നെയാണ്. പക്ഷെ ഉള്ളിൽ ഇതൊക്കെ ആണെങ്കിലോ കാര്യമായ മാറ്റും ഫലമൊന്നും കിട്ടൂല. ഇതൊക്കെ സുന്നത്ത് തന്നെയാണ്. താടി നീട്ടൽ സുന്നത്താണ്, തലപ്പാവ് നല്ലതാണ്, വെള്ളവസ്ത്രം നല്ലതാണ്. പക്ഷെ കാര്യമായ ഫലം കിട്ടൂല. നമ്മളെ വീട്ടിൽ പിന്നെ പൈപ്പിലൂടെ, ടാപ്പിലൂടെ വരുന്ന വെള്ളം കലങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് ഊരിയിട്ട് കാര്യമില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ടാങ്ക് മോറണം. ടാങ്ക് മോറാതെ ഇവിടെ ഇങ്ങനെ ക്ലിയർ ഒരു കാര്യം കിട്ടില്ല. അപ്പോൾ ആദ്യം എന്ത് വേണം? ടാങ്ക് മോറാൻ നോക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖൽബ് വൃത്തിയാക്കണം. അതെങ്ങനെയാണോ വൃത്തിയാക്കേണ്ടത് അതിനുള്ള വഴി സ്വീകരിക്കണം. ഒരു കുറുക്കു വഴിയാണ്. ഒരു മുറബിയായ, ഒരു മുർഷിദായ ഷെയ്ഖിനെ കിട്ടണം. അള്ളാഹു നൽകട്ടെ. അത് പെട്ടെന്നാവും, അടിച്ചു കയറും, ഉഷാറാവും. അല്ലെങ്കിലോ നമ്മുടെ തസൗഫിൻ്റെ കിതാബുകളൊക്കെ നോക്കി ഖൽബിൻ്റെ അമ്രാദ്, രോഗങ്ങളൊക്കെ എങ്ങനെ വരും, അതിനെങ്ങനെ പ്രതിരോധിക്കും, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ദിക്റുകൾ ചൊല്ലി, ഖുർആൻ ഓതി, സ്വലാത്തുകൾ ചൊല്ലിയിട്ടൊക്കെ ഖൽബ് വൃത്തിയാക്കണം. അത് മുത്തഫഖുൻ അലൈഹിയാണ്, അതിലാർക്കും തർക്കമല്ല. കേൾക്കി, തുഹ്ഫത്തുൽ മുഹ്താജ്, കിതാബു സിയർ, എൻ്റെ തുഹഫയിൽ 251 പേജ്. അത് പുതിയ മോഡലാണ്, പുതിയ പ്രിൻ്റാണ്. അതിൽ കാണും വയജിബു, നിർബന്ധമാവും, ഫർള് ഐനായ വുജൂബാവും, അലാ മല്ലം യുർസഖ് ഖൽബൻ സലീമാ,
സലീമായ ഖൽബ് നൽകപ്പെടാത്തയാളെ മേൽ, സലീമായ ഖൽബ് കിട്ടിയ പിന്നെ ഉണ്ടല്ലോ ജന്മനാ നല്ല ഖൽബ, ആരോടും ദേഷ്യമില്ല, ആരോടും പോരില്ല, അങ്ങണ്ടാവും ചില മനുഷ്യന്മാർ. ഓലോട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അത് ചിരിക്കും. സലീമായ ഖൽബ് കിട്ടാത്ത ആളുകൾ മേൽ നിർബന്ധമാണ് എന്ത്? അയ്യതഅല്ലമ അദ്വിയത അംറാളിൽ ഖൽബ്, ഹൃദയത്തിൻ്റെ രോഗങ്ങളുടെ ചികിത്സകൾ പഠിക്കുക. എന്തിനായി പഠിക്കണത്? ആ ചികിത്സ പഠിച്ചിട്ട് നമ്മൾ എന്ത് വേണം? ചികിത്സ നടത്തണം നമ്മുടെ ഖൽബിലേക്ക്. മാഷാ അല്ലാഹ്, നടത്താറുണ്ടോ? എവിടെ? ബാക്കിയുള്ളവർ നടത്താൻ പാടില്ല പണി നമ്മളെടുക്കും, നമ്മളതോ ആകെ അരിപ്പായി കിടക്കല്ലേ. എന്താണ് അമ്രാള്? മിൻ കിബിരിൻ വഉജ്ബിൻ, അഹങ്കാരം. വലിയ അഹങ്കാരികളല്ലേ നമ്മളൊക്കെ. വഉജ്ബിൻ, ഉള്ളിൽ വലിയ നാട്യം, ഉള്ളിലിങ്ങനെ വണ്ണം വെക്കുക, ഇതേ നമുക്കുള്ളൂ. വരിയായിൻ, എന്ത് ചെയ്യുകയാണെങ്കിലും ലോകരെ കാണിക്കുക, എന്നിട്ട് അതിനെന്തെയും വളിഞ്ഞ ന്യായം ഉണ്ടാവും. ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴോ കാണിക്കലാണ്, കേളിയാണ്, ലോകരെ മാനിക്കല. വനഹവിഹ, ഇതേപോലത്തെ സംഗതികളൊക്കെ ഇതൊക്കെ നീക്കണ്ടേ? വലിയ പ്രശ്നങ്ങളാണൊക്കെ, വലിയ ദോഷങ്ങളാണൊക്കെ. അണുമണി തൂക്കം കിബറുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. എന്ത്? ആ കിബറിൻ്റെ ശിക്ഷ അജ്ജോളും നരകത്തിലായിരിക്കും. ചിലപ്പോൾ കിബറ് കൊണ്ട്, റിയാവ് കൊണ്ട് ഈമാൻ പറ്റ പോയാലോ? ആകെ പോയില്ലേ. അള്ളാഹു കാക്കട്ടെ. ഞമ്മക്ക് വലിയ ബേജാറ്, മാരകമായ അസുഖങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ക്യാൻസർ, കിഡ്നി പോവുക, ഡയാലിസിലാകുക, അതൊക്കെ അള്ളാഹ് കാക്കട്ടെ നമ്മളെ. പക്ഷെ അതുകൊണ്ടൊക്കെ അൽ മരീദു ലൈഫുള്ള, രോഗി അള്ളാഹുവിൻ്റെ വിരുന്നുകാരനാണ്. നല്ല ക്ഷമ ഉണ്ടെങ്കിൽ ദോഷങ്ങൾക്ക് പൊറുക്കും, കുറേ ദറജ ഉയരും. മരിച്ചും ചിലപ്പോൾ അല്ല, രോഗം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മരിച്ചേണ്ടി വരുമല്ലോ. ഇതുകൊണ്ടും എന്താവും? ക്യാൻസറൊക്കെ വന്നാൽ നമ്മൾ അടിച്ചു കൊണ്ടുപോകും, സംഭവം ശരിയാണ്. എന്നാൽ അതേ ബോഡിയെ പോവുള്ളൂ, താൽക്കാലികരും ഇതല്ലേ. എന്നാൽ ഇതുകൊണ്ട് ചിലപ്പോൾ ഈമാൻ തന്നെ പോകും. അല്ലാഹ് കാക്കട്ടെ. അപ്പോൾ ഖൽബ് വൃത്തിയാക്കൽ ഓരോ മനുഷ്യനും ഫർള് ഐനാണ്. അതിന് മുർഷിദായ ശൈഖിനെ കിട്ടിയാൽ വളരെ സുന്ദരമായി. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. അത് കിട്ടിയിട്ടില്ലെങ്കിലോ നമ്മളതിൻ്റെ വഴി എങ്ങനെയാണോ വേണ്ടത് ആ വഴി സ്വീകരിക്കണം. ഇഹ്യയിലൊക്കെ ഉണ്ട് അതിൻ്റെ മരുന്നുകൾ. ഇഹ്യ വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് അതിൻ്റെ പരിഭാഷയെ വാങ്ങാൻ കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. അതൊക്കെ വായിച്ചിട്ട് ഏതെങ്കിലും വിധേനെ സലീമായ ഖൽബില്ലേ, ഖൽബ് സലീമാക്കാൻ നോക്കണം. പിന്നെ അള്ളാഹിനോട് പറയുന്നത് അതാണ് ഏറ്റവും വലിയ വഴി. അള്ളാഹുവേ, സലീമായ ഖൽബ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. സലീമായ ഖൽബോട് കൂടെ ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന്, ദുനിയാവിൽ നിന്ന് ഞങ്ങൾ ആത്മാവിനെ പിടിച്ച് സലീമായ ഖൽബോട് കൂടെ നിൻ്റെ അടുത്തേക്ക് വരാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.